ശേഷം ചിരിക്കാൻ പറ്റി. കോമഡി എൻ്റർടൈനർ ആണ്, ഫീൽ ഗുഡ് മൂവിയാണ്. പക്ഷേ മെസ്സേജ് കുറച്ച് റോങ് ആണ്. തുണ്ടെന്ന് പറഞ്ഞാൽ കോപ്പടിക്കുന്ന കുറച്ച് പ്രൊമോട്ടുകൾ തോന്നി. പക്ഷെ നല്ലൊരു എൻ്റർടൈനർ ആണ്. ആദ്യം മുതൽ അവസാനം വരെ ചിരിച്ച് മറിയാൻ പറ്റുന്ന ഒരു നമ്മുടെ ഷൈൻ ടോം ചാക്ക ആറാടി അഭിനയിച്ചിരിക്കാൻ ബിജു മേനോന്റെ മാസ് കോമഡിയാണ്. എല്ലാവരും തീർച്ചയായിട്ടും കാണേണ്ട തുണ്ട് സിനിമയാണ്. ഇതില് കൂടുതലുണ്ടായിരുന്നു. കുറച്ചായല്ലോ സിനിമകളിൽ വന്നിട്ട്. വെളി വന്ന എത്ര ദിവസം ഷൂട്ടുണ്ടായിരുന്നു? 3 ദിവസം ഉണ്ടായിരുന്നു. 3 ദിവസം ഉണ്ടായിരുന്നു. മറ്റു പടങ്ങളൊക്കെ ഉണ്ടോ ഇപ്പൊ? ഉണ്ട്. കുറച്ച് പടം പറഞ്ഞിട്ടുണ്ട്, കുറെ ഇറങ്ങാനുണ്ട്. പിന്നെ ഇടിയൻ ചന്തുവിന്റെ ഡബിങ്ങിന് ഇനി പോകണം. അതില് ഉണ്ടാന്നറിയാൻ പാടില്ല, പറഞ്ഞിട്ടൊന്നുമില്ല. പുതുമുഖങ്ങളാണ് ഇനി ഉള്ളതെന്നാ പറഞ്ഞത്. ഇതില് ചെറിയൊരു കോമഡി, ഇതില് കുറച്ച് കോമഡി ആയിട്ടുള്ള ഇതില് ത്രൂ ഔട്ടില്ല, എന്നാലും നല്ല വേഷം. നല്ല ഹ്യൂമറുണ്ട്. എല്ലാവരും എൻജോയ് ചെയ്താണ് കണ്ടിട്ടുള്ളത്. നല്ല പടമാണ്, എല്ലാവരും സ്വീകരിക്കുന്ന പ്രതീക്ഷ. കുഴപ്പമില്ല, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഹ്യൂമറൊക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട്. എല്ലാവരും ചിരിക്കണുണ്ട്, എൻജോയ് ചെയ്യുന്നുണ്ട്. നന്നായിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ കണ്ടവരൊക്കെ അഭിപ്രായം പറയട്ടെ. അതെ അതെ, ആദ്യമായിട്ടാണ് നല്ലൊരു പ്രോമിനൻസ് ഉള്ള ഒരു ക്യാരക്ടർ എനിക്ക് കിട്ടിയത്. ഇത്രയും വലിയൊരു ബാനർ, ഇത്രയും വലിയ ആർട്ടിസ്റ്റുകളുടെ കൂടെയൊക്കെ ചെയ്യാൻ പറ്റിയത് വലിയ സന്തോഷം. അത് നന്നായിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ പ്രേക്ഷകർ വിലയിരുത്തട്ടെ. നന്നായിട്ടുണ്ട്. നല്ല ഹ്യൂമർ വർക്കൗട്ടായിട്ടുണ്ട്. നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് ആളുകൾക്ക്. നല്ല പടമാണ്. നന്നായിരുന്നു. പിന്നെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ബിജുചേട്ടൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആ പ്രതീക്ഷയിൽ അങ്ങനെ ഒരു നിരാശപ്പെടാനൊന്നും മാത്രമൊന്നുമില്ല. ചിരിക്കാനുണ്ടായിരുന്നു. കോമഡിയൊക്കെ നല്ല ടൈമിങ്ങിൽ വീണിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. അത് ഓൾവേസ് ഗുഡ് പെർഫോമൻസ് ആണല്ലോ. നന്നായിട്ടുണ്ട്. നല്ല ചിരിച്ചു. സൂപ്പർ. നന്നായിരുന്നു. ഹായ് ഗൈസ്, നമസ്കാരം. ഞാൻ അലിൻ ജോസ് പെരേര. അപ്പോൾ തുണ്ട് സിനിമ കണ്ടിറങ്ങിയിരിക്കുകയാണ്. നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടർ ആണ് നമ്മുടെ ഗരുഡന് ശേഷം ഒരു സീരിയസ് റോളിൽ ഗംഭീരമായിട്ട് കോമഡി ചെയ്ത് നർമ്മത്തിൽ അഭിനയിച്ചിരിക്കുകയാണ് നമ്മുടെ ബിജു മേനോൻ ചേട്ടൻ. അപ്പോൾ ആഷിഖ് ഉസ്മാൻ്റെ നിർമ്മാണത്തിൽ മികച്ച രീതിയിൽ കാണാൻ പറ്റുന്ന ഒരു കോമഡി എൻ്റർടൈൻമെൻ്റ് ആണ്. ഇതിൽ റാഫി സാറുണ്ട്. മികച്ച രീതിയിലാണ് നർമ്മത്തിൽ ചാരിച്ച അഭിനയം നിമിഷങ്ങൾ കാണിച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ അഭിറാം ചേട്ടനൊക്കെ നല്ല രീതിയിലാണ് അഭിനയം പുലർത്തിയിരിക്കുന്നത്. ഒരു പക്ക ഒരു പോലീസ് സ്റ്റോറിക്ക് വേണ്ട എലമെൻസും ഉണ്ട്, സീരിയസും ഉണ്ട്, കോമഡി ഉണ്ട്, മാസ് ഉണ്ട്, ഫീൽ ഗുഡ് ഉണ്ട്. ലാഗ് ഒട്ടും തന്നെ അനുഭവപ്പെടുന്നില്ല. ചില വീട്ട് സീക്വൻസിൽ മാത്രം ലാഗ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ കൊള്ളാവുന്ന ഒരു ഫാമിലി എൻ്റർടൈൻമെൻ്റ് അല്ല. എല്ലാവരും കുട്ടികളെ കൊണ്ടൊന്ന് കാണിക്കേണ്ട സിനിമകളാണ്. പിന്നെ ഇതിൽ നെഗറ്റീവായിട്ട് പറയാനുള്ളത്, ഇതിൽ കോപ്പി അടിക്കുന്ന സംഭവങ്ങൾ എടുത്ത് കാണിക്കുന്നുണ്ട്. കോപ്പി അടിക്കുന്നത് നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിനോട് എനിക്ക് പറയാനുള്ളത്, കോപ്പി അടിക്കുമ്പോൾ സൂക്ഷിച്ച് കോപ്പി അടിക്കുക. ഡീബാറായി പുറത്താകാനൊക്കെ ഒരു വഴിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിനിമ ഒരു എൻ്റർടൈൻമെൻറ്റ് മാത്രമാണ്. അപ്പോൾ തുണ്ടെന്ന പേരിൽ തന്നെ പലപ്പോഴും പറയുന്നുണ്ട്, അറസ്റ്റ് ചെയ്യപ്പെടുന്നൊക്കെ ഉണ്ട്, അതിലൊക്കെ വിട്ടുമാറുന്നുണ്ട്. അപ്പോൾ ഇതൊരു സിനിമ ഒരു എൻ്റർടൈൻമെൻറ്റ് മാത്രം കാണാൻ ശ്രമിക്കുക. അത് കണ്ട് ഉൾക്കൊണ്ട് പരീക്ഷകളിൽ കോപ്പി അടിച്ചു കഴിഞ്ഞാൽ പ്രശ്നം ഒരു വിഷമാവും. ഓക്കെ. ടെസ്റ്റ് പേപ്പറിന് വല്ലപ്പോൾ പണ്ടൊക്കെ ഒരു റിയലിസ്റ്റിക് കോമഡി എൻ്റർടൈനറാണ്. ഫീൽ ഗുഡ് മൂവിയാണ്. നമ്മളിപ്പോൾ ഈ ബ്രഹ്മയുഗം അങ്ങനത്തെ പടങ്ങൾ വളരെ സീരിയസ് പടങ്ങളാണ്. അതിനെ കണ്ട് ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന മൂവിയാണ്. തിയേറ്ററിൽ പോയി ശരിക്കും എൻജോയ് ചെയ്ത് ഹാപ്പി ആയിട്ട് ഇറങ്ങി വരാം. എടുത്തു വരാൻ പെർഫോമൻസ് ബിജു മേനോൻ്റെയാണ്. ഷൈൻ ടോം ചാക്ക കുറച്ച് നെഗറ്റീവാണ്. ബിജു മേനോൻ തകർത്തുണ്ട്. ഏത് റോൾ ചെയ്യാൻ വേണ്ടി തെളിയിച്ചു. എല്ലാം കൊണ്ട് നല്ലൊരു എൻ്റർടൈനറാണ്. നമുക്ക് എല്ലാ ടെൻഷനും മാറ്റി വെച്ച് തിയേറ്ററിൽ പോയി ഒരു 2.5 മണിക്കൂർ കണ്ട് ഹാപ്പി ആയിട്ട് ഇറങ്ങി വരാം. ഇതുവരെ വെച്ചിട്ടില്ല. ഇല്ലില്ല. അങ്ങനെ വെക്കുന്ന ആൾക്കാരുണ്ട്. വളരെ ക്രിയേറ്റീവായിട്ട് കാണിക്കുകയാണ്.